ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു വറുത്തരച്ച നമ്മുടെ നാടൻ കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ്. അതിനായി ആദ്യം തന്നെ നമ്മൾ കടല തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് കഴുകി വൃത്തിയാക്കിയ കടലയെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് സവാള, ഒരു മീഡിയം സൈസ് സവാള ഇതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം ഇഞ്ചി ചെറുതാക്കി ഞുറുക്കിയതും, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തന്നെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു കുക്കറിൽ വേവിക്കാൻ വെക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വറക്കാൻ ആവശ്യമായ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ചുവക്കെ വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിക്ക് പകരം അല്പം മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടല വേകുന്ന സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശകലം മല്ലി മാത്രം മതി, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മുളക് പൊടിയും കൂടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്ത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി മതി ഒരു കളറിന് വേണ്ടി. അതും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഇതിൻ്റെ കടലയിൽ നിന്നും വെന്ത കടലയിൽ നിന്നും അല്പം കടല കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായി ഒന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ച് എടുക്കാം. നമ്മുടെ തേങ്ങ അരച്ച കടലക്കറിക്ക് ചാറിന് കൂടുതൽ കുറുകി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വീണ്ടും നമുക്കൊന്ന് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇത് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്താൽ മാത്രം മതി. ഒരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് അല്പം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റിനും ഫ്ലേവറിനും ആവശ്യമായ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല, മീറ്റ് മസാല എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ കടലക്കറി റെഡിയാകും. പുട്ടിനൊപ്പം, പാലപ്പത്തിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം എല്ലാത്തിനും ഒപ്പം പറ്റിയ നല്ലൊരു വറുത്തരച്ച കടലക്കറിയുടെ കോമ്പിനേഷനാണിത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റു വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് കണ്ടു നോക്കുകയും ചെയ്യണം. ഈ കറി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കമൻസ് ഇടുകയും ചെയ്യണം.